വിദ്യാർത്ഥി പ്രക്ഷോഭം ഭരണവിരുദ്ധ കലാപമായി മാറിയ ബംഗ്ലാദേശിൽ വീണ്ടും പട്ടാള ഭരണം. പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെയാണ് ഭരണം പട്ടാളം ഏറ്റെടുത്തത്. ഇതോടെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തി 2 ഘട്ടങ്ങളിലായി 2 പതിറ്റാണ്ടോളം അധികാരം കൈയാളിയ ഷെയ്ഖ് ഹസീനയുടെ ഭാവിയും അനിശ്ചിതത്വത്തിലായി. 1971 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം ഏർപ്പെടുത്താനുള്ള ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ തീരുമാനമാണ് ബംഗ്ലാദേശിൽ കലാപം വിതച്ചത്. സംവരണ വിരുദ്ധ പ്രക്ഷോഭം കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ഒടുവിൽ പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴേക്കും 300-ലേറെ പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സ്റ്റുഡൻസ് എഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന സംഘടന തുടങ്ങിയ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കുകയായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താമെന്നു കരുതിയ ഹസീന പ്രക്ഷോഭകാരികളെ ഭീകരരെന്ന് വിളിച്ചതോടെ ഞായറാഴ്ച ബംഗ്ലാ തെരുവുകൾ കത്തിയമർന്നു. പോലീസ് വാഹനത്തിന് തീയിട്ട് 14 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഇന്നലെ മാത്രം 100-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. സിറാജ്ഗഞ്ചിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ വാനിന് തീയിട്ടാണ് പോലീസുകാരെ കൊലപ്പെടുത്തിയത്. ധക്കയിലെ മെഡിക്കൽ കോളേജും അവാമി ലീഗ് പാർട്ടിയുടെ നിരവധി ഓഫീസുകളും തകർത്തിട്ടുണ്ട്. സുരക്ഷാ സേനയ്ക്ക് പുറമെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും സമരക്കാർക്കെതിരെ തെരുവിൽ ഇറങ്ങിയതോടെ രംഗം കൂടുതൽ വഷളായി. അവാമി ലീഗിൻ്റെ നിരവധി നേതാക്കളും കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മൊബൈൽ ഇൻ്റർനെറ്റ് നിരോധിക്കുകയും ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഹിൻഡൻ എയർഫോഴ്സ് ബേസിലാണ് ഇറങ്ങിയത്. ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ തലസ്ഥാനമായ ധക്കയിൽ സൈനികരും പോലീസും ഹസീനയുടെ ഓഫീസിലേക്കുള്ള വഴികൾ കവചിത വാഹനങ്ങളും മുള്ളുവേലിയും ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. എന്നാൽ ജനക്കൂട്ടം ഇതെല്ലാം തകർത്തെറിഞ്ഞ് മുന്നേറുകയായിരുന്നു. 4 ലക്ഷത്തോളം പേരാണ് പ്രക്ഷോഭത്തിൽ പങ്കാളികളായത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. 2024 തുടക്കത്തിലാണ് ബംഗ്ലാദേശിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. നിഷ്പക്ഷവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഹസീന സർക്കാർ ഇതിന് തയ്യാറായില്ല. പകരം പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തുകയും ബംഗ്ലാദേശിലെ ചില ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ തൂക്കിലേറ്റാൻ വിധിക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുകയും നേതാക്കളിൽ പലരെയും ജയിലിലടക്കുകയും ചെയ്തു. ഏകാധിപത്യ ശൈലിയിൽ അധികാര തുടർച്ച നേടിയ ഷെയ്ഖ് ഹസീനയ്ക്ക് സംവരണ നയമാണ് ഒടുവിൽ തിരിച്ചടിയായത്. ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങിയെങ്കിലും ഹസീന ഗൗനിച്ചില്ല. ഇതിനിടെ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ചകൾ നടത്തിയതിനാൽ കുറച്ചു കാലത്തേക്ക് പ്രക്ഷോഭത്തിന് അയവ് വന്നിരുന്നു. നയം മാറ്റാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ രാജ്യവ്യാപകമായി നിയമലംഘന പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇതിൽ 76-കാരിയായ ഹസീന പ്രധാനമന്ത്രി പദം ഒഴിയണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീന പിതാവിൻ്റെ വഴിയിലാണ് നീങ്ങിയത്. ബംഗ്ലാദേശിൻ്റെ സ്ഥാപക പിതാവ് കൂടിയായ മുജീബുർ റഹ്മാൻ 1972 സംവരണം കൊണ്ടുവന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ നയങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ പ്രതിപക്ഷ പാർട്ടികൾ സമരം ഏറ്റെടുത്തു. ഇതോടെ പിടിച്ചു നിൽക്കാനാവാതെയാണ് സൈന്യം ഹസീനയോട് രാജി ആവശ്യപ്പെട്ടത്. എന്നിട്ടും ഹസീന രാജിവെക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിലും പൊടുന്നനെ വ്യോമസേനയുടെ വിമാനത്തിൽ രാജ്യം വിടുകയായിരുന്നു. ഇളയ സഹോദരി ഷെയ്ഖ് റഹാനയ്ക്കൊപ്പമാണ് ഹസീന നാടുവിട്ടത്. ഹസീന രാജ്യം വിട്ടെന്ന് വാർത്ത പ്രചരിച്ചതോടെ പ്രക്ഷോഭകർ ഔദ്യോഗിക വസതി കയ്യേറുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ബംഗ്ലാദേശിന്റെ ഭരണം സൈന്യം ഏറ്റെടുത്തതായും ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ സൈനിക മേധാവി ജനറൽ വക്കാറുസ്സമാൻ രംഗത്തെത്തുകയും ചെയ്തത്. അതിനിടെ ഹസീനയുടെ രാജിയറിഞ്ഞ് ബംഗ്ലാദേശ് തെരുവുകളിൽ ആയിരക്കണക്കിന് പേർ ആഹ്ലാദ പ്രകടനം നടത്തി. ഷെയ്ഖ് ഹസീനയുടെ പിതാവും മുൻ പ്രസിഡന്റുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയും പ്രക്ഷോഭകർ അടിച്ചു തകർത്തു. രാജ്യത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ വക്കാറുസ്സമാൻ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അതേസമയം ബംഗ്ലാദേശ് അതിർത്തി ഗ്രാമങ്ങളിലുള്ളവർക്ക് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.